ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്രോക്കാണ്. സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. കാരണം ഈ ഫ്രോക്കിന് പ്രത്യേകിച്ച് പാറ്റേണോ അല്ലെങ്കിൽ കട്ടിങ് മെത്തേഡോ ഒന്നുമില്ല. എലാസ്റ്റിക് ത്രെഡ് ഉപയോഗിച്ചിട്ട് തയ്ക്കുന്ന എളുപ്പത്തിൽ തയ്ക്കാവുന്ന ഒരു ഫ്രോക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്ക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന തുണി കോട്ടൻ്റെ തുണിയാണ്. ഈ തുണി ഞാൻ രണ്ടായിട്ട് മടക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇറക്കം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ ഈ തുണിയുടെ രണ്ടായിട്ട് മടക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇറക്കം എത്രയാണോ വേണ്ടത് അത്രയും ഇറക്കത്തിലാണ് നമ്മൾ അതായത് ഇപ്പോൾ ഫ്രോക്കാവുമ്പോൾ, കുട്ടികളുടെ ഫ്രോക്കാവുമ്പോൾ കാൽമുട്ട് വരെ ഉള്ള ഇറക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം എത്രയാണോ ഇറക്കം വരുന്നത് അതിനേക്കാളും 2 ഇഞ്ച് കുറച്ചെടുക്കുക. കാരണം നമ്മൾ ഷോൾഡറിൽ സ്ട്രാപ്പ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ആ ഷോൾഡറിൻ്റെ സ്ട്രാപ്പ് 2 ഇഞ്ച് കുറച്ചിട്ട് ഇറക്കം എടുക്കുക. അതായത് ഇപ്പോൾ 27 ഇഞ്ചാണ് ഇറക്കമെങ്കിൽ ഒരു 25 ഇഞ്ചോ അല്ലെങ്കിൽ 24 ഇഞ്ചോ എടുത്താൽ മതി. ബാക്കി നമുക്ക് ഷോൾഡറിൻ്റെ സ്ട്രാപ്പിൽ നിന്ന് കിട്ടും ഇറക്കം. അപ്പോൾ ഞാൻ അത്രയും ഇറക്കത്തിൽ തുണി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ വീതി, അതായത് വണ്ണത്തിൻ്റെ ഭാഗം നമ്മൾ പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എലാസ്റ്റിക് ത്രെഡ് ഉപയോഗിച്ചിട്ട് തയ്ക്കുമ്പോൾ നമ്മളുടെ വണ്ണത്തിൻ്റെ പാകത്തിന് അത് കറക്റ്റായിട്ട് കിടക്കും. എന്നാലും വണ്ണത്തിനേക്കാൾ, അതായത് കുട്ടിയുടെ ചെസ്റ്റ് ഭാഗത്തെ വണ്ണത്തേക്കാളും ഒരു 10 ഇഞ്ചെങ്കിലും വീതിയിലുള്ള തുണി എടുക്കാൻ ശ്രദ്ധിക്കുക. അതിനും കൂടിയാലും കുഴപ്പമില്ല. കറക്റ്റ് വണ്ണത്തിലുള്ള, അതായത് ഇപ്പോൾ 22 ഇഞ്ച് ചെസ്റ്റ് സൈസുള്ള കുട്ടിയുടെ ആണെങ്കിൽ അതിനേക്കാളും ഒരു 10-15 ഇഞ്ച് കൂടുതലുള്ള തുണി എടുക്കുക, ശ്രദ്ധിക്കുക. അതിനേക്കാളും കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല. അത് കാരണം വണ്ണത്തിന് പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നുമില്ല. അപ്പം ഞാനിവിടെ ഈ തുണിയുടെ മാക്സിമം വണ്ണം എടുക്കുന്നുണ്ട്, അതായത് വീതി എടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഞാനത് രണ്ടായിട്ട് മടക്കിയിരിക്കുകയാണ് ഈ തുണി. അപ്പം പ്രത്യേകിച്ച് കട്ടിങ് ഒന്നുമില്ല, ഒരൊറ്റ പീസ് തുണിയിൽ നമുക്കിത് തയ്ക്കാവുന്നതാണ്. അപ്പം ഇതൊരൊറ്റ പീസ് തുണിയാണ്. ഇറക്കം മാത്രം ഞാൻ അളന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ 4 ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. വെറുതെ ജസ്റ്റ് ഒന്ന്, അധികം വീതിയിൽ വേണ്ട, ഒരു ചെറിയൊരു വീതിയിൽ 4 ഭാഗം ഈ തുണിയുടെ മടക്കി തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ 4 ഭാഗവും മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ തുണിയുടെ 4 ഭാഗവും മടക്കി തയ്ച്ചു. അതിനുശേഷം നമുക്ക് നമ്മുടെ യോക്ക് ഭാഗം ഒന്ന് അളക്കാം. അതായത് എത്ര വരെയാണ് നമ്മൾ എലാസ്റ്റിക് ത്രെഡ് ഇട്ട് തയ്ക്കേണ്ടത് എന്നുള്ളൊരു ഭാഗം ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്താം. അപ്പം നിങ്ങളുടെ അതായത് കുട്ടിയുടെ യോക്ക് ഭാഗം, അതായത് കൈമുട്ടിൻ്റെ ഭാഗം വരുന്ന ഭാഗം, അതായത് കൈമുട്ടിൻ്റെ നേരേക്ക് വരുന്ന ഭാഗം, അതായത് വേസ്റ്റ് ഭാഗം വരെ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഞാനിവിടെ 8 ഇഞ്ച് അടയാളപ്പെടുത്താണ്. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ എലാസ്റ്റിക് ത്രെഡ് ഇട്ടിട്ട് തയ്ച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഭാഗം ഒന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ അടയാളപ്പെടുത്തി കൊടുക്കുക, എത്രയാണ് യോക്ക് ഭാഗം വരുന്നത് അറിയാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്ക് ബോബിനിൽ, അതായത് അടിനൂല് വരുന്നത് നമുക്ക് ഈ എലാസ്റ്റിക് ത്രെഡ് ഇട്ട് കൊടുക്കാം. അപ്പം ഈ എലാസ്റ്റിക് ത്രെഡ് നമ്മൾ ബോബിനിൽ കൈകൊണ്ടും ചുറ്റി കൊടുക്കണം. കാരണം നമ്മൾ മെഷീനിൽ ചുറ്റി കഴിഞ്ഞാൽ അത് വലിഞ്ഞു പോകും, എലാസ്റ്റിക് നൂലായതുകൊണ്ട്. അപ്പോൾ ഒരുപാട് വലിച്ചു പിടിക്കാതെ ചുറ്റി കൊടുക്കുക. എന്നാൽ ഒരുപാട് ലൂസാകാനും പാടില്ല. ആ ഒരു രീതിയിൽ കൈകൊണ്ട് തന്നെ ചുറ്റി കൊടുക്കുക. വലിച്ചു പിടിച്ചൊരിക്കലും ചുറ്റരുത്. ഇത് സാധാരണ മെഷീൻ്റെ ബോബിനിലും ഇങ്ങനെ ചുറ്റാം, കുഴപ്പമില്ല. ഇലക്ട്രിക് മെഷീൻ്റെ മാത്രമല്ല, ഏത് സാധാ മെഷീനിലാണെങ്കിലും ബോബിനിൽ ഈ ഒരു എലാസ്റ്റിക് ത്രെഡ് ചുറ്റാവുന്നതാണ്. അപ്പോൾ അത് കൈകൊണ്ട് ചുറ്റി കൊടുക്കുക. അപ്പം ഒരുപാട് ത്രെഡൊന്നും അതിൽ ചുറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ ചുറ്റിയിട്ട് നമ്മൾ തയ്ച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കത് മെഷീനിൽ ഇടാം. എന്നിട്ട് നമ്മൾ മുകളിലത്തെ നൂല് ഒന്ന് സൂചി ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ആ അടിനൂലൊന്ന് പുറത്തേക്ക് എടുക്കുക. മുകളിലത്തെ നൂല് സാധാരണ ത്രെഡ് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് കളറിന് മാച്ചായിട്ടുള്ള ത്രെഡ് തന്നെ മുകളിലത്തെ നൂലായിട്ട്, താഴത്തെ നൂല് അതായത് അടിനൂല് എലാസ്റ്റിക് ത്രെഡായിട്ട് ഇടുക. എന്നിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പം വണ്ണത്തിൻ്റെ ഭാഗം, അതായത് നമ്മൾ വീതി എങ്ങനെയാണോ എടുത്തത് അതിന് നേരെയായിട്ട് വേണം തയ്ക്കാനായിട്ട്. നമ്മൾ തുണിയുടെ വീതിയുടെ നേരെയായിട്ട് താഴേക്ക് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ യോക്ക് ഭാഗം അടയാളപ്പെടുത്തിയ അതുവരെ നമ്മൾ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം ഫസ്റ്റ് ലൈൻ തയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ലൈൻ തയ്ച്ചു. ഇനി ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ വിട്ടിട്ട് അതിൻ്റെ താഴത്തായിട്ട് തന്നെ അടുത്ത ലൈൻ അപ്പം ആദ്യം തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് തുണിയൊന്ന് വലിച്ചു പിടിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ താഴേക്ക് നമ്മൾ യോക്ക് ഭാഗം അടയാളപ്പെടുത്തി അതുവരെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ താഴെ തയ്ച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാപ്പ് കൂടുതലിട്ടിട്ട് തയ്ച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗ്യാപ്പ് നന്നായി കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് താഴേക്ക് തയ്ക്കാവുന്നതാണ്. അപ്പം ഞാൻ താഴേക്ക് നമ്മൾ യോക്ക് ഭാഗം വരെ ഇതുപോലെ തയ്ച്ചു കൊടുത്തു. നമ്മൾ അടയാളപ്പെടുത്തി അതുവരെ അങ്ങനെ തയ്ച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം തുണിയുടെ വീതി കുറഞ്ഞത്, കാരണം എലാസ്റ്റിക് ത്രെഡിൽ വലിഞ്ഞിട്ട് തുണി നന്നായിട്ട് വീതി കുറഞ്ഞത്.
അപ്പോൾ നമുക്ക് ഇതുപോലെ എത്ര ലൈൻ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഇനി ഇതിൻ്റെ രണ്ട് സൈഡും കൂടി നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. രണ്ട് സൈഡും താഴേക്ക് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമ്മളുടെ ഉടുപ്പിൻ്റെ ഏകദേശം ഭാഗം ശരിയായി. ഇനി നമുക്ക് ഷോൾഡറിന് സ്ട്രാപ്പാണ് വയ്ക്കാനുള്ളത്. നിങ്ങൾക്ക് കാണാം, അപ്പോൾ ഇത് നിങ്ങളുടെ കുട്ടിയുടെ അളവിന് കറക്റ്റായിട്ട് കിടക്കും, കാരണം ഇത് എലാസ്റ്റിക് ത്രെഡ് ആയതുകൊണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു 2 ഇഞ്ച് വീതിയിലൊരു 2 സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കുക. അതായത് 2 പീസ് തുണി കട്ട് ചെയ്തെടുക്കുക. ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ വീതിയിൽ എത്രയാണോ നിങ്ങൾക്ക് സ്ട്രാപ്പിൻ്റെ ഇറക്കം വേണ്ടത് അത്രയും ഇറക്കത്തിൽ സ്ട്രാപ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് മടക്കി ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്കൊന്ന് ഒരു ചെറിയ ഒരു വള്ളി പോലെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീതിയിലുള്ള സ്ട്രാപ്പും വയ്ക്കാം. അപ്പം ഞാനിവിടെ വീതി കുറഞ്ഞ സ്ട്രാപ്പാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 ഇഞ്ച് വീതിയിലുള്ള സ്ട്രാപ്പ് നിങ്ങൾക്ക് തയ്ക്കാം. ഇനി നമുക്ക് ഈ ഉടുപ്പിൻ്റെ 2 സൈഡിലും ആയിട്ട് വെച്ച് കൊടുക്കാം. അതായത് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് വിട്ടിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഉള്ളിലായിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു സ്ക്വയർ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തു. നമ്മളുടെ ഉടുപ്പ് ശരിയായി. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതിന് പ്രത്യേക കട്ടിങ്ങോ പാറ്റേണോ ഒന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ഇറക്കം മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. വണ്ണത്തെ അതായത് വീതിയുടെ ഭാഗം പോലും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല.